താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുള്ള ഒരു 3 BHK ഹൗസ്, അതും 5 സെന്റ് സ്ഥലത്ത് 55 ലക്ഷം രൂപയ്ക്ക്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഒരു വീടാണ്. എട്ടോളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 3 മീറ്ററാണ് ഇവിടെ ഇന്റേണൽ റോഡ് വരുന്നത്. 4.8 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഗേറ്റിന്റെ വർക്ക് ഇനി കംപ്ലീറ്റ് ആവാനുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഈ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. 39 അടി നീളവും 13 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിംഗ് സൗകര്യത്തിന് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിന്റെ സൗത്ത് സൈഡിലാണുള്ളത്. 5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഈസ്റ്റ് സൈഡിലാണുള്ളത്. 6 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഇത് വീടിന്റെ നോർത്ത് സൈഡാണ്. 3.5 അടിയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് പാകിയിരിക്കുന്നത്. കണ്ടംപററി ബോക്സി എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് നോർത്തിൽ നിന്നും വെസ്റ്റിൽ നിന്നും സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഫുള്ളി ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. 9.5 അടിയിലേറെ നീളവും 4 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിൽ ഉള്ളത്. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ വീടിന്റെ എലിവേഷൻ വരുന്നത്. പ്രധാന വാതിൽ വടക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മഹാഗണിയിൽ ഒറ്റ പാളിയായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ലിവിംഗ് സ്പേസ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 10.5 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത ഒരു സെപ്പറേഷൻ വർക്ക് കാണാം. ഇവിടെയായിട്ടാണ് വളരെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 13.5 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റ് ഡൈനിങ് ടേബിൾ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ വരുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഇതാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിന്റെ റൈറ്റ് സൈഡിൽ ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. നമുക്കിനി കിച്ചൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഇവിടെയായിട്ടൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൂടി നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. 9.5 അടിയിലേറെ നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് സിങ്കിനുള്ള പ്രൊവിഷൻ വരുന്നത്. സിങ്കിന്റെ വർക്കിനി കംപ്ലീറ്റ് ആവാനുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്.
നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13.5 അടിയോളം നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിംഗ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 15 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് ഒരു വലിയ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 ചെറിയ വിൻഡോയുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഫ്ലോറിംഗിനായി മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഇവിടെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായി പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി വരുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 16 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമുള്ള ഈ ലിവിംഗ് സ്പേസ് സീലിംഗ് വർക്കുകളൊക്കെ നൽകി വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ബെഡ്റൂമിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈ ബെഡ്റൂമും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 15 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഫ്ലോർ ഫുള്ളായി മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഈ ഒരു പാസേജിലൂടെ ഫ്രണ്ടിലെ ബാൽക്കണി വരെ കണക്റ്റഡ് ആണ്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 15 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഈ ബാൽക്കണിയുടെ ഹാഫ് പോർഷൻ കവേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓപ്പൺ ബാൽക്കണി പുറകിലുള്ള യൂട്ടിലിറ്റി സ്പേസിലേക്ക് കണക്റ്റഡ് ആണ്. ഇവിടെ എല്ലാം ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള ഓപ്പൺ ടെറസിലേക്ക് സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് 900 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 8.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 15 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 13 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 5 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 55 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.